ഹലോ നമസ്കാരം. എല്ലാവർക്കും സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈമിലേക്ക് സ്വാഗതം. സമരേഖ എന്ന നോവലിൻ്റെ 5-ാമത്തെ അധ്യായം. പ്രകാശിൻ്റെ ഉത്സാഹം കണ്ടപ്പോൾ ശിവാനന്ദനും ഉത്സാഹം വർദ്ധിച്ചു. വാസുവാശാരിക്ക് ദക്ഷിണ വെച്ച് ഗുരുവാക്കി പണി പഠിച്ച ശിഷ്യനും മരുമകനുമാണ് അവൻ. ആപത്തുകാലത്ത് അവനത് മറന്നില്ലല്ലോ. അമ്മയെ ഭയന്നിട്ടാണ്. അല്ലെങ്കിൽ അവൻ ആ വീടിനൊരു തണലായനെ. നമുക്കിനി ബാങ്കിലൊന്ന് പോകാം. പണം കിട്ടാൻ ഇനി എന്ത് നടപടിയെടുക്കുമെന്ന് ചോദിക്കാം. ഇരുവരും കോപ്പറേറ്റീവ് ബാങ്കിലെത്തി. മാനേജറെ കണ്ട് കാര്യം തിരക്കി. മരണ സർട്ടിഫിക്കറ്റും ഹാജരാക്കണം, അതിൻ്റെ കൂടെ മുന്നാധാരം. അങ്ങനെ പറഞ്ഞ് മാനേജർ വാസു ആശാരിയുടെ ലോൺ ആപ്ലിക്കേഷൻ്റെ ഫയൽ എടുപ്പിച്ചു. അത് മറിച്ച് നോക്കി. ഓ, നിങ്ങൾക്ക് ലോൺ തരാൻ സാധ്യമില്ല കേട്ടോ. മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടും കാര്യമില്ല, മാനേജർ പെട്ടെന്ന് പറഞ്ഞു. അയ്യോ, അതെന്താ സാറേ? പ്രകാശൻ ഞെട്ടിപ്പോയി. ഈട് വയ്ക്കാൻ തന്ന സ്ഥലത്തിൻ്റെ ആധാരത്തിൻ്റെ മേലെ അവകാശം ഉന്നയിച്ച് ഈ ലോൺ നടപടി സ്റ്റേ ചെയ്തിരിക്കുക ഇയാളുടെ ചേട്ടൻ ദാമു. എൻ്റെ ഈശ്വര! സപ്തനാടികളും തളർന്ന് ഇരിപ്പായി പ്രകാശനും ശിവാനന്ദനും. അധ്യായം 8. അശനിപാതം പോലെയായിരുന്നു വടക്കേടുത്ത ആ വാർത്ത. 10 സെൻറ്റ് ഭൂമിക്കും വീടിനും അവകാശം പറഞ്ഞ് ലോൺ സ്റ്റേ ചെയ്തിരിക്കുന്നുവെന്ന്. അതും സ്വന്തം ജ്യേഷ്ഠൻ. ഈ വീടിനൊരു നാഥനുണ്ടാകുമല്ലോ എന്ന ഒറ്റ ചിന്തയിലാണ് അച്ഛൻ മരിച്ച് പുലയടിയന്തരം കഴിഞ്ഞതേയുള്ളൂവെങ്കിലും ഒരുവൻ്റെ മുമ്പിലും പെണ്ണ് കാണലിനായിട്ട് തുളസി ഇറങ്ങി നിന്നത്. വിവാഹത്തിനായിട്ട് സമ്മതം മൂളിയിടും. അധ്വാനിയായ ഒരു പുരുഷൻ ഈ കുടുംബത്തിന് ഒരു താങ്ങ്. തുളസി അത് മാത്രമേ ചിന്തിച്ചുള്ളൂ. പക്ഷെ ആ പുരുഷൻ വരണമെങ്കിലും കുറച്ചെങ്കിലും പൊന്നും പണവും വേണം. അതിനുള്ള വഴി അടച്ചല്ലോ. ആര് പറഞ്ഞു ഇതിൻ്റെ അവകാശം ആടെ ആഷുമോന് കൂടിയുള്ളതെന്നും ഭാർഗവി അമ്മച്ചി വീറോട് ചോദിച്ചു. അങ്ങനെ വല്യമ്മച്ചി വല്യമ്മാവൻ ബാങ്കിൽ പരാതി കൊടുത്തിരിക്കുന്നത്. സ്ഥലം എൻ്റെയാ. ഞാൻ ബാങ്കിൽ ചെന്ന് ആരടാ തടയുന്നത്? ലോൺ കൊച്ചമ്മാവൻ്റെ പേരിലായിരുന്നു. വാസ്തുജാമ്യമാണ്. വല്യമ്മച്ചി വാസ്തു കൊച്ചമ്മാവൻ്റെ പേരിലാക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ വല്യമ്മാവൻ അവകാശം പറഞ്ഞു വന്നാൽ തള്ളിക്കളയാൻ പറ്റുമോ? പ്രകാശൻ ചോദിച്ചു. അപ്പോൾ അതാണവൻ്റെ ന്യായമല്ലേ? എടാ പ്രകാശ, നീ എൻ്റെ കൂടെ ഒന്ന് വാ. എനിക്ക് ആ കുരുത്തം കെട്ട സന്തതിയൊന്ന് കാണണം. വല്യമ്മച്ചി ഒരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞു. വഴക്കിന് പോകണ്ട വല്യമ്മച്ചി, അവകാശം ചോദിച്ചാൽ കൊടുത്തേക്ക്, സങ്കടത്തോടെ തുളസി പറഞ്ഞു. ഈ പകപറച്ചിൽ ഇന്നോളം കേട്ടു. ഇപ്പോൾ ആളും പോയി. ഇനി ഇതും കേട്ടാൽ എനിക്ക് നെഞ്ചു പൊട്ടും, അമ്മാണ് പറഞ്ഞു. അവകാശം എന്താണെന്ന് വെച്ചാൽ കൊടുത്തേക്കാമേ. ബാക്കി മതി എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും. അത് ഞാനാ തീരുമാനിക്കുന്നത്. ഭാർഗവി വല്യമ്മച്ചി പ്രകാശൻ്റെ കൂടെ നടന്നു കഴിഞ്ഞു. വല്യമ്മാവൻ്റെ അവകാശം പറച്ചിലും സ്റ്റേ ചെയ്ത നടപടിയൊന്നും ന്യായമാണെന്ന് പ്രകാശനും തോന്നിയില്ല. ആദ്യം കിട്ടിയ ബസ്സിൽ തന്നെ പ്രകാശനും ഭാർഗവി വല്യമ്മച്ചിയും ദാമു താമസിക്കുന്നിടത്തേക്ക് എത്തി. ഇരുവരും ചെല്ലുമ്പോൾ സരസ്വ അവിടെ ഉണ്ടായിരുന്നു. പ്രകാശനെ കണ്ടതോടെ സരസ്വ ദേഷ്യപ്പെട്ട്, പണിയും മുടക്കി നീയെ എന്നതാടാ ചെറുക്കാൻ അന്വേഷിച്ച് നടക്കുന്നത്? അവൻ്റെ അടുത്ത് വന്നതാ ഞാൻ. പറഞ്ഞിട്ട് എന്നാ പറ്റത്തില്ലെന്നുണ്ടോ? ഭാർഗവമ്മ ചോദിച്ചു. വയസ്സാകും തോറും അമ്മയ്ക്ക് മൂച്ച് കൂടുതലാ, സരസ്വ പിറുവിർത്തു. എന്താടാ ദാമു? വല്യമ്മച്ചി ദാമുവിനെ നേരിട്ടു. നീ ബാങ്കിൽ ചെന്ന് പറഞ്ഞു കാശ് തരണ്ടെന്ന്. ആ, ദാമു സമ്മതിച്ചു. കഴിവേറി, നിനക്ക് എന്നടാ കാര്യം? എൻ്റെ അച്ഛൻ്റെ സ്വത്താ, എനിക്ക് അവകാശമുണ്ട്, ദാമു പറഞ്ഞു. ലീലാമണി കാതു കൂർപ്പിച്ച് വരാന്തയിലേക്ക് വന്നു. വല്യമ്മാവൻ എന്താണ് ഈ പറയുന്നത്? കൊച്ചമ്മാവൻ ജീവിച്ചിരുന്നപ്പോൾ ഇല്ലാത്ത അവകാശം ഇത്ര പെട്ടെന്ന് എങ്ങനെ ഉണ്ടായി? പ്രകാശൻ ചോദിച്ചു. നീ ഉണ്ടായിരിക്കടാ, സരസു പ്രകാശനോട് തിമിട്ടി. അവനുണ്ടായിരുന്നപ്പോൾ എൻ്റെ അനിയനാണല്ലോ എന്നോർത്ത് ഇന്ന് തരും നാളെ തരും പകുതി എന്ന് കരുതി കാത്തിരുന്നു. ചത്തു കഴിഞ്ഞപ്പോൾ ചോദിച്ചില്ലെങ്കിൽ പറ്റുമോ? ഉള്ളത് വിറ്റു തൊലച്ച് ഭാര്യയും മക്കളും കൈക്കലാക്കിയാലോ? ദാമു പറഞ്ഞു. അപ്പോൾ വിൽക്കണമെന്നാണോ നിൻ്റെ ഉള്ളിലിരിപ്പ്? അതെൻ്റെയും കൂടി കിടപ്പാടാ. 10-15 വർഷമായിട്ട് ഞാൻ കിടക്കണ വീട് അത് ആ വല്യമ്മച്ചി പറഞ്ഞു. വിൽക്കണ്ട, എനിക്ക് കിട്ടാനുള്ള വീതം പണമായിട്ട് കിട്ടിയാൽ മതി. ആരുടെ കയ്യിലുണ്ട് പണം? ആ, അതാ പറഞ്ഞത് വിൽക്കാൻ. അതിപ്പോൾ വിൽക്കാനും പറ്റില്ല, വീതം തരാനും പറ്റില്ല, വല്യമ്മച്ചി പറഞ്ഞു. 2 പെങ്ങന്മാർ നിനക്കുണ്ടായിരുന്നു. അവർ കെട്ടുപ്രായമായപ്പോഴും നീ സൗകര്യമായിട്ട് അങ്ങ് കൈയഴുകി. വാസുവല്ലേ തറവാട്ടിൽ താമസിക്കുന്നത്? പെങ്ങന്മാരുടെ കാര്യം അവൻ നോക്കട്ടെ. ഞാൻ വീതത്തിനൊന്നും വരുന്നില്ല, എൻ്റെ വീതം കൂടി അവൻ എടുത്തോട്ടെ എന്ന് പറഞ്ഞു നീ. ഓ, പറഞ്ഞായിരിക്കും, ദാമു അലക്ഷ്യമായി പറഞ്ഞു. അതൊരു സൗകര്യമായിട്ട് എടുത്തു, പിന്നൊന്നും തരണ്ടല്ലോ. സൗകര്യമാക്കിയതല്ലടാ. കടമ ചെയ്യുന്ന മക്കൾക്ക് സ്വത്തിന് അവകാശപ്പെടാൻ പറ്റുള്ളൂ, അതാ ന്യായം. നീ അല്ലേല് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കിക്കോ.
2 പെങ്ങന്മാർക്കും കൂടി 1 പവൻ്റെ പൊന്നോ 10 രൂപയോ കൊടുത്തിട്ടുണ്ടോ നീ? ഉണ്ടേ പറ, ഞാൻ നിൻ്റെ അമ്മയാ. നിൻ്റെ ഭാര്യയുടെയും മക്കളുടെയും കാര്യം എന്തേലും നീ മുടക്കിയിട്ടുണ്ടോ? അതുപോലെ നീ എൻ്റെ കാര്യം നോക്കിയിട്ടുണ്ടോ? എന്നേലും എനിക്ക് ആഹാരം തന്നിട്ടുണ്ടോ? തുണി വാങ്ങി തന്നിട്ടുണ്ടോ? ഇതൊക്കെ ചെയ്തവനാ എൻ്റെ വാസു. അവനെ ഞാനത് കൊടുക്കുകയും ചെയ്തു. ആ, വല്യമ്മച്ചി പറഞ്ഞു. ഒരാൾ ചത്തു, ഇനി ഒരേ ഒരു മകനേ ഉള്ളൂ, സരസ് പറഞ്ഞു. ആ മകനെ വെറുപ്പിക്കാനാ അമ്മയുടെ പുറപ്പാട്. എടീ, പെറ്റ തള്ളയ്ക്ക് ഒരു വാക്കിനോ നോക്കിനോ ഒരു പൊതി ചുണ്ണാമ്പിനോ ഒരു മുറി തുണിക്കോ പ്രയോജനം ഇല്ലാത്തവൻ മകനെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് എന്തായി പുണ്യം? വല്യമ്മച്ചി കരുത്തു. നിന്റെ ഈ മകനെ നീ ഇപ്പോഴും കൂടെ നിർത്തുന്നത് എന്തുകൊണ്ടാ? നീ പെറ്റ തള്ളയാണെന്ന് അവൻ കരുതുന്നുണ്ട്, നിന്നെ അനുസരിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടതൊക്കെ അവൻ തരുന്നുണ്ട്. ഇല്ലല്ലോ? ഇല്ലേലേ ചൂല് കെട്ട് ഞാൻ പുറത്തിടും, സരസ് പറഞ്ഞു. ഓ, അതാ അതിൻ്റെ ശരി. വേണ്ട കാലത്ത് ഞാനിവൻ്റെ പുറത്ത് ചൂല് കെട്ടിട്ടില്ല. അതാണ് എനിക്കിപ്പം ഈ അനുഭവം. അമ്മയ്ക്ക് മക്കളെ തരംതിരിവുകൊണ്ട് ലീലാമണി പുരുവിർത്തു. എന്നാൽ തരംതിരിച്ചാൽ ഞാൻ എൻ്റെ അവകാശം മേടിക്കും. ദാമുവിന് കൂടുതൽ വീരായി. അല്ലെങ്കിൽ ഞാൻ ശങ്കുണ്ണി ആശാരിയുടെ മകനല്ലാതിരിക്കണം. അല്ലടാ, നീ അങ്ങേരുടെ മകനല്ല. തീർന്നില്ല അവകാശമൊക്കെ? ദാമുവിന് കൂടുതൽ വീരായി. ഏതായാലും അമ്മ പ്രസവിച്ചല്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ നിന്നെ പെറ്റിട്ടില്ല. എനിക്കിങ്ങനെ ഒരു മകനുമില്ല. തീർന്നില്ലേ? ദാമു പല്ല് കടിച്ചു. അവകാശം പറഞ്ഞ് അങ്ങോട്ട് വരണ്ട, ഞാൻ ഒപ്പിടുകയല്ല. എൻ്റെ കണ്ണടയുന്നവരെ നീ ഇതിനൊരുങ്ങുകയും വേണ്ട. വല്യമ്മച്ചി ദേഷ്യത്തിൽ തന്നെ തിരിച്ചിറങ്ങി. വാളയർക്ക, പ്രകാശിനെയും വിളിച്ചു. പ്രകാശിനെ ഇറങ്ങി. മകനാണ് പോലും. എന്തോന്നിന്? ചാകുമ്പോൾ കർമ്മം ചെയ്യാനായിട്ട് മാത്രം എന്തോന്നിനാ ഒരു മകൻ? ജീവിച്ചിരിക്കുമ്പോൾ തള്ളയ്ക്കും തന്തയ്ക്കും മുതകാത്ത മകൻ്റെ കർമ്മം ശവത്തിന് എന്തിനാടോ? പുരുവുറുപ്പോടെ വല്യമ്മച്ചി നടന്നു. പിന്നാലെ ചെല്ലുമ്പോൾ പ്രകാശിന് മനസ്സിലായി വല്യമ്മച്ചി കരയുന്നുണ്ടെന്ന്. കൊച്ചമ്മാവൻ്റെ മരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രകാശിനും വിഷമായി. വടക്കേടത്തെത്തിയപ്പോൾ വല്യമ്മച്ചിയുടെ കണ്ണുകൾ തുറന്നില്ല. വിവരങ്ങൾ പറഞ്ഞത് പ്രകാശനാണ്. എന്തിരിച്ചാണ് വല്യമ്മച്ചി വഴക്കിടാൻ പോയത്? തുളസി ചോദിച്ചു. അച്ഛൻ പോയി. അതിൻ്റെ അപ്പുറം ഇനി എന്ത് നഷ്ടം നമുക്ക് വരാനുള്ളത്? മറ്റുള്ളവർക്ക് അവകാശം ഉണ്ടെങ്കിൽ കൊടുത്തേക്ക്. അച്ഛനും അതാണ് ഇഷ്ടം. ആരുടെയും ഒരു മുതലും അനാവശ്യമായിട്ട് എടുക്കുന്നത് അച്ഛന് ഇഷ്ടമായിരുന്നില്ലെന്ന് വല്യമ്മച്ചിക്ക് അറിയാവുന്നതല്ലേ. എന്നാലും എൻ്റെ കുഞ്ഞെ, അവൻ ഇത്രയും കണ്ണിച്ചോരയില്ലാത്തവനായിപ്പോയല്ലോ. വല്യമ്മച്ചി വന്നപാടെ കയറിക്കിടന്നു. തുളസിയും വല്യമ്മച്ചിക്കരികിലേക്ക് നടന്നു. അമ്മാള് വരാന്തയിൽ തന്നെ താടിക്ക് കൈയും കൊടുത്തിരുന്നു. പ്രകാശം പോകുമ്പോൾ ദീപ ആറ്റുകടവിൽ തുണികൾ കഴുകുന്നു. അവൻ അങ്ങോട്ട് നിന്നു. ആറ്റുതിട്ടയിലിരുന്നു. തെല്ലു വിഷമത്തോടെ. ദൂതുപോയിട്ടെന്തു പറ്റി? ദീപ പ്രകാശിൻ്റെ മുഖത്തേക്ക് നോക്കി. ഓ, എന്താകാൻ? വല്യമ്മാവനും അമ്മായിയല്ലേ പാട്ടി. പിടിച്ച മുയലിന് കൊമ്പ് 3, പ്രകാശം പറഞ്ഞു. അതറിയാവുന്ന ആളെന്തിനാ വല്യമ്മച്ചിയുടെ കൂടെ പോയത്? എങ്ങനെയാ ആ സ്റ്റേ ഒന്ന് പിൻവലിച്ചാൽ ലോൺ കിട്ടായിരുന്നു. അത് കിട്ടിയ തുളസിയുടെ കാര്യം ഓക്കെയാണ്. ഓ, ദീപ സങ്കടത്തിൽ പറഞ്ഞു. തുളസി ചേച്ചി അല്ലെങ്കിലും ഭാഗ്യമില്ലാത്തവളാ. അല്ലെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? അച്ഛൻ ഇത്ര പെട്ടെന്ന്? അത് പറഞ്ഞപ്പോൾ ദീപയുടെ സ്വരം പതറി. നീ കരയല്ല ദീപേ, ഞാനീ കഷ്ടപ്പെടുന്നതൊക്കെ നിനക്ക് വേണ്ടിയിട്ടാണ്. ദീപ ഈറൻമിഴികൾ ഉയർത്തി. തുളസിയെ വിട്ട് നമ്മുടെ ലൈൻ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ? ദീപയുടെ കവിളിൽ നേരിയൊരു അരുണിമയുണ്ടായി. ദീപയ്ക്ക് പ്രകാശിനെ എന്നും ഇഷ്ടമായിരുന്നു. ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയതുകൊണ്ട് പോയി എന്നതിലപ്പുറം തുളസിയെപ്പോലെ നന്നായി പഠിക്കണമെന്നോ പഠിച്ചൊരു വലിയ നിലയിലെത്തണമെന്നോ ഉള്ള താല്പര്യം അവൾക്കുണ്ടായിരുന്നില്ല. പഠിച്ചിട്ടെന്താ? എവിടെ കിട്ടാനാ ഇപ്പോൾ ഒരു ഉദ്യോഗമൊക്കെ? ഇതാണ് നിലപാട്. അതുകൊണ്ടാണ് വീട്ടിൽ ഒരു വിഷമസ്ഥിതി വന്നതോടെ പെട്ടെന്ന് അവൾ പഠനം ഉപേക്ഷിച്ചത്. ഞാൻ പോകുമോ ദീപേ? വല്യമ്മാവൻ്റെ വീട്ടിൽ അമ്മയുണ്ടായിരുന്നു. ഉടനെ വീട്ടിലേക്ക് ചെല്ലണമെന്നാണ് കൽപ്പന. ഞാൻ പോവാ. പ്രകാശൻ എഴുന്നേറ്റ്. നാളെ മറ്റന്നാളെ വരാം. അപ്പോൾ ചേച്ചിയുടെ കല്യാണം? ദീപ പ്രത്യാശയോടെ ചോദിച്ചു. ലോൺ കിട്ടുകയില്ല. 10,000 15,000 രൂപയും എവിടെ കിട്ടും ദീപേ? അതില്ലാതെ എങ്ങനെ നടക്കും കല്യാണം? ഞാൻ നോക്കിയിട്ട് ഒരു വഴിയില്ല. ദീപയ്ക്ക് കണ്ണുകളിൽ തുളുമ്പിപ്പോയി. പ്രകാശം മടങ്ങി സ്വന്തം വീട്ടിലേക്ക്. കുറേ ഭാഗം കല്ല് കെട്ടിയിട്ട് ബാക്കി ഭാഗത്ത് പലകയും മറ്റും അടിച്ചു ചേർത്ത് 2 മുറി അടുക്കളയും മാത്രമുള്ള ഒരു വീടാണ് പ്രകാശിൻ്റേത്. അതുതന്നെ പ്രായമായതിൽ പിന്നെ പ്രകാശൻ ഉണ്ടാക്കി വെച്ചതാണ്. ചന്ദ്രന് ആ വക ചിന്തകളൊന്നുമില്ല. പണിയുണ്ടെങ്കിൽ പോവുക, കാശ് കിട്ടിയാൽ കുടിക്കുക, എവിടെയെങ്കിലും വീണ് കിടന്നുറങ്ങുക. ഉറങ്ങുന്ന മുമ്പ് ആരോടെങ്കിലും കുറേ ശകാരിക്കുകയും ഒച്ചയുണ്ടാക്കുകയൊക്കെ ചെയ്യുക. അതാണ് പതിവ്. പ്രകാശൻ അച്ഛൻ്റെ കാര്യത്തിൽ മടുത്തിരിക്കുന്നു. എങ്ങനെ വീടൊന്ന് നന്നാക്കണം, ദേവിയെ കൊണ്ടുവരണം. അവൻ്റെ ലക്ഷ്യം ഇപ്പോൾ അത് മാത്രമാണ്.
പ്രകാശൻ ചെല്ലുമ്പോൾ സരസു വീട്ടിലെത്തിക്കഴിഞ്ഞിരുന്നു. വല്ലാതെ വീർത്ത മുഖവുമായിരുന്നു സരസുവിന്. നീ എവിടെയായിരുന്നു ഇത്രയും നേരം? ഞാൻ വല്യമ്മച്ചിയുടെ കൂടെ പോയത്. അമ്മ കണ്ടില്ലായിരുന്നോ? പ്രകാശൻ ചോദിച്ചു. പണിക്ക് പോകാതെ നീ അവിടെ ഇവിടെ ഇരുന്ന് നടന്നാലേ ഇവിടെ അഴിമടിക്കുന്നത് എങ്ങനെയാ? അമ്മ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ സംസാരിക്കരുത്, പ്രകാശൻ പറഞ്ഞു. കൊച്ചുമാവൻ്റെ അടുത്ത് എന്നെ കൊണ്ടുപോയി പണി പഠിക്കാനാക്കുമ്പോൾ അമ്മ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. അന്ന് കൊച്ചേട്ടനുണ്ടായിരുന്നു. നീ എവിടെ പോയാലും തെറ്റില്ല. ഇപ്പോൾ അതാണോ? ആണുങ്ങളില്ലാത്ത വീടാ. നീ അവിടെ കയറി ഇറങ്ങണ്ട. ഇന്നാളും ഞാൻ പറഞ്ഞില്ലേ, ഞാനെന്താ അവിടെ ആദ്യമായിട്ടാണ് പോകുന്നത്? ലോൺ മേടിക്കാനും കൊടുക്കാനും ഒക്കെ നീ നടക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? പ്രകാശം വിടയിറക്കി. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സരസു താക്കിയതുപോലെ പറഞ്ഞു. നിന്റെ ഉള്ളിലിരിപ്പൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ട് നടപ്പില്ല മോനെ. ആ പരിപ്പ് ഈ കാലത്തിൽ വേവുകയില്ല. ഞാനിട്ട് സമ്മതിക്കില്ല. അങ്ങനെ വല്ല ആശയം ഉള്ളിലുണ്ടെങ്കിൽ എൻ്റെ മകനത് ഇപ്പോഴേ നുള്ളിക്കളഞ്ഞേരും. അതാ നല്ലത്. പ്രകാശൻ അമ്പയെ അടിപതറിപ്പോയി. അമ്മ അടഞ്ഞാൽ തനി പിശാശാണെന്ന് പ്രകാശനറിയാം. വടക്കേസ്ത സ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസവും പുലകുളി സദ്യ നടത്തിയതിൻ്റെ മിച്ചം കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നുകൊണ്ട് കുറച്ച് ദിവസം കൂടി മുന്നോട്ട് പോയി. അതൊക്കെ തീർന്നതോടെ ആകെ ബുദ്ധിമുട്ടിലായി. ആശാരി ഉള്ളി താഴ്ത്തു വെച്ചാൽ പിന്നെ അതോടെ അധോഗതിയല്ലേ. മരണാന്തരം LICയോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും ആശാരിക്ക് കിട്ടാൻ വഴിയുമില്ല. സ്വന്തമായിട്ടൊരു പോളിസി എടുക്കണമെന്ന് വാസു ആശാരിക്ക് തോന്നിയതുമില്ല. സമുദായമോ മറ്റു സംഘടനകളോ ഒന്നും ആശാരിയുടെ കുടുംബത്തിലെ പട്ടിണി മാറ്റാനോ ഉതകിയുമില്ല. അമ്മാളോ ആകെ വിഷമിച്ചു. അടുക്കളയിൽ സാധനങ്ങൾ തീർന്നാൽ പറയാനുള്ള ആൾ പോയി. ഇനി ആരോട് പോകും? എങ്ങോട്ട് പറയും? തൻ്റെ സഹോദരന്മാർ പുലകുളി കഴിഞ്ഞു പോയതാണ്. പിന്നെ വന്നിട്ടില്ല. അടുക്കളയിലെ യാഥാർത്ഥ്യങ്ങൾ തുളസിയും കാണുന്നുണ്ടായിരുന്നു. വയസ്സായ വല്യമ്മച്ചിയുടെ സമ്പാദ്യപ്പെട്ടി പൊട്ടിച്ചാണ് അച്ഛൻ്റെ കർമ്മങ്ങൾ നടത്തിയത്. അത്ര പോലും മനസാക്ഷി ആരും കാട്ടിയില്ല. പിന്നെയാണ് ഇനി ഇവിടുത്തെ പട്ടിണി മാറ്റുക. വയസ്സായ വല്യമ്മച്ചി പട്ടിണിക്കിടാനാവില്ലല്ലോ. സ്കൂളിൽ പോകുന്ന ഷാജിക്ക് പൊരിച്ചോറ് കൊണ്ടുപോകണം. നല്ല പ്രൈവറ്റ് ഫാമിലും എന്തെങ്കിലും പണി കിട്ടിയിരുന്നെങ്കിൽ 500-600 രൂപ കിട്ടും. എന്നാലും കിട്ടുന്നത് മതി. ട്യൂഷൻ എടുക്കാമെന്ന് വിചാരിച്ചാൽ അതിന് പോലും ഇവിടെ കുട്ടികളില്ല. കവലയിൽ ട്യൂഷൻ സെൻറ്ററിലേക്ക് പോകും ഉള്ള കുട്ടികൾ. അവിടെ ഒന്ന് അന്വേഷിച്ചാലോ? പഠിപ്പിക്കാൻ ആളെ വേണമെന്ന്. ഒരു വഴി കണ്ടെത്താൻ തുളസി തല പുകഞ്ഞു. എങ്ങനെയും പട്ടിണി ഒഴിവാക്കണം. കുടുംബം മുന്നോട്ട് പോകണം. സ്കൂളിൽ നിന്ന് വന്ന ഷാജി വരാന്തയിലിരുന്ന ദീപയോട് ചോദിച്ചു. പ്രകാശേട്ടൻ വന്നോ കൊച്ചേച്ചി? ദിവ്യയ്ക്ക് അരിശം വന്നു. പിറ്റേന്ന് വരാമെന്ന് പറഞ്ഞിട്ട് പോയ പ്രകാശൻ ഇത്ര ദിവസമായിട്ടും കാണാത്തതിൻ്റെ ദേഷ്യം. വന്നാലിവിടെ കാണത്തില്ലേ? അവൾ അവനോട് ദേഷ്യപ്പെട്ടു. ആറ്റിൽ നിന്നും കുളി കഴിഞ്ഞു വന്ന് വസ്ത്രം മാറുകയായിരുന്നു തുളസി. വരാന്തയിലേക്ക് വന്നു. എന്തിനാടെ നീ ദേഷ്യപ്പെടുന്നത്? പ്രകാശേട്ടൻ വന്നോന്ന് ചോദിച്ചതിന് വല്യേച്ചി, ഷാജി പറഞ്ഞു. നീ എന്തിനാ അവനെ അന്വേഷിക്കുന്നത്? കുമാരൻ ചേട്ടൻ പറഞ്ഞു ഏതാണ്ട് പണിയുണ്ട് പ്രകാശൻ ചേട്ടൻ ചെല്ലാൻ. തടിയുടെ കാശ് തരാമെന്ന്. അതിനെ അന്വേഷിച്ചത്. ഒരു വാതിൽ മലർക്കെ തുറന്നു കിട്ടിയതുപോലെ തുളസിയുടെ മുഖമൊന്ന് വിടർന്നുപോയി. തുളസിക്കതിര് പോലൊരു പ്രകാശം. വൈകുന്നേരത്തെ തിരക്കിനിടയിൽ ചായക്കടയുടെ മുന്നിലെത്തിയപ്പോൾ ഉള്ളിലിരുന്നവർ എത്തി നോക്കി. കുമാരനും കണ്ടു തുളസിയെ. ആ പ്രകാശൻ വരാനല്ലേ കൊച്ചെ ഞാൻ പറഞ്ഞു വിട്ടത്? കുമാരൻ ചോദിച്ചു. പ്രകാശൻ ഇത്തിരി അത്യാവശ്യമുള്ള പണി ചെയ്യുക, അതാ ഞാൻ വന്നത്, തുളസി കള്ളം പറഞ്ഞു. പ്രകാശം പോയി എന്നറിഞ്ഞാൽ പണം തന്നില്ലെങ്കിലോ? എത്ര സ്റ്റൂളും ഡെസ്കോ വേണ്ടത്? തുളസി ചോദിച്ചു. 4-5 സ്റ്റൂളും 2 ഡെസ്കും 2 ബെഞ്ചും വേണം. 2000 രൂപ വേണം, തുളസി പറഞ്ഞു. 2000 രൂപയോ? തടിയുടെ വില അറിയത്തില്ല കുമാരൻ ചേട്ടാ, തുളസി ചോദിച്ചു. ഇതിലും ഭേദം വല്ല പ്ലാസ്റ്റിക് മേടിച്ചിരുന്നതാ. മൂലയിൽ കിടന്നിരുന്ന പൊട്ടിയ പ്ലാസ്റ്റിക് സ്റ്റൂളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ കുമാരൻ പിറുവിറുത്തു. ഞാൻ പോയിക്കോട്ടെ, തുളസി ചോദിച്ചു. നിൽക്ക്. കുമാരൻ മേശയുടെ ഡ്രോ വലിച്ചു തുറന്നു. ചിട്ടി പിടിച്ച കാശ. എനിക്കിത് ഉടനെ തീർത്തു തരാൻ ആ ചെക്കനോട് പറയും. വാസുപ്പണിക്കെൻ്റെ സ്വഭാവം പോലെ 6 മാസം കൊണ്ട് എന്നെ നടത്തരുത്. ഇല്ല, തുളസി സമ്മതിച്ചു. ഉടനെ എത്തിക്കാം. അച്ഛൻ അങ്ങനെയായിരുന്നു. എത്ര മെനക്കെട്ടിരുന്നാലും ചില സമയത്ത് പണി ചെയ്യില്ല. ഉണ്ടെങ്കിലും തോന്നണം, അല്ലെങ്കിൽ ഉടമസ്ഥൻ വന്ന് മുഷിയണം. മിക്ക ആശാരിമാരുടെയും രീതി അതാണ്. ഈ താമസം തന്നെയാകാം തടിപ്പണിയുടെയും ഉരുപ്പടിയുടെയും സ്ഥാനത്ത് അലുമിനിയം, സ്റ്റീലും സിമൻറ്റും ഫൈബറും ഒക്കെ കടന്നുകൂടിയത്. കാത്തുകെട്ടി കിടക്കണ്ട, പറഞ്ഞു മുഷിയണ്ട. പണം കയ്യിലുണ്ടെങ്കിൽ നിമിഷം കൊണ്ട് സാധനം വീട്ടിൽ. സ്പീഡും സൗകര്യമാണെന്ന് മനുഷ്യർക്ക് മുഖമുദ്ര. ആശാരി ഇനി എന്നാണാവോ ഇത് മനസ്സിലാക്കുക? തുളസി കുമാരനോട് പണം വാങ്ങി. കവലയിൽ ചെന്ന് കുറച്ച് അരിയും സാധനങ്ങളും ആദ്യം വാങ്ങി. അവള് തെല്ല അഭിമാനവും തോന്നി. കടമല്ല ഇത്, റൊക്കം. താൻ അധ്വാനിക്കാൻ പോകുന്നതിൻ്റെ പ്രതിഫലം മുൻകൂർ കിട്ടിയിരിക്കുന്നു. അരിയും സാധനങ്ങളുമായി തുളസി മടങ്ങി. നിരത്തിലെ അരികിലൂടെ പാലത്തിലേക്ക് കാലൂന്നുകയാണ് തുളസി. അപ്പോഴാണ് കാതില് അമൃതമഴ പോലെ ഒരു സ്വരം വീണത്. അമൃത, കാതരമായ സ്വരം.
പിടിച്ചു കെട്ടിയതുപോലെ തുളസി നിന്നു. തൂവൽ തുമ്പാൽ ഒരു തലോടലേറ്റതുപോലെ. ആർദ്രതയുടെ ഒരു നേരിയ നോവ് പോലെ അവൾക്കരികിലേക്ക് വന്നു. അപ്പു. ചെല്ലപ്പഞ്ചേട്ടൻ്റെ മകൻ അപ്പുമാഷ്. അധ്യായം 9. പരസ്പരം കണ്ണുകൾ കോർത്ത് ഒരു നിമിഷം തുളസിക്ക് പെട്ടെന്നങ്ങ് കണ്ണുകൾ തുളുമ്പിപ്പോയി. കരയിലെ തുളസി, ഒക്കെ ഞാൻ അറിഞ്ഞു. ഇന്നലെ കവലയിലെ മെഡിക്കൽ ഷോപ്പിൽ ഞാൻ ഫോൺ ചെയ്തിരുന്നു, വീട്ടിലെ വിവരങ്ങൾ അറിയാൻ വേണ്ടി. അപ്പോൾ ജയയാണ് പറഞ്ഞത്. നമ്മുടെ വാസുട്ടൻ. അപ്പുവിൻ്റെ സഹോദരിയാണ് ജയ. ഫാർമസി കോഴ്സിന് പഠിച്ചിരുന്നു. കവലയിൽ ഒരു മെഡിക്കൽ ഷോപ്പുണ്ട്, ചെറുതാണ്. ജയ അവിടെ മരുന്നെടുക്കാൻ നിൽക്കുന്നുണ്ട്. അവളുടെ ചിലവിനുള്ളത് കിട്ടും, അത്രയേ ഉള്ളൂ. അവൾ മുമ്പേ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വാസുവേട്ടൻ്റെ ശരീരമെങ്കിലും കാണാനൊന്ന് ഓടി വരുമായിരുന്നു. പറഞ്ഞില്ല. അല്ല, ഒന്ന് അറിയിക്കണമെന്ന് തുളസിക്കും തോന്നിയില്ലല്ലോ. തുളസി മറുപടി പറഞ്ഞില്ല, കണ്ണുകൾ തുടച്ചു. കല്യാണം മുണങ്ങിയത് അറിഞ്ഞു. അപ്പോൾ വിഷാദത്തോടെ തുറന്നു. സാരല്ല തുളസി, അയാൾക്കാവില്ല തുളസിയെ കിട്ടാൻ യോഗം. തുളസിയെ മന്ദസിക്കാൻ ശ്രമിച്ചു. വേദന ഉള്ളിലൊതുക്കി തന്നെ, പക്ഷെ പാളിപ്പോയി. തുളസി പോയിക്കോളൂ, അപ്പു പറഞ്ഞു. തുളസി തിടുക്കത്തിൽ തിരിഞ്ഞു 2 സ്റ്റെപ്പുകൾ കയറി. പെട്ടെന്ന് അപ്പുവിൽ നിന്നും അകന്നു പോകുവാൻ വേണ്ടി തന്നെ. ഒരുപക്ഷെ അത് മുടങ്ങിയത് എൻ്റെ പ്രാർത്ഥന ഉണ്ടാവും കേട്ടോ. അപ്പുവിൻ്റെ അടക്കിയ സ്വരം പെട്ടെന്ന് കാതിൽ വന്നലച്ചു. തുളസിയുടെ കാലുകൾ വേര് പിടിച്ചുപോയി. എൻ്റെ പ്രാർത്ഥന ദൈവം അറിയാണ്ട് വരുമോ? അപ്പുവിൻ്റെ ആർദ്രസ്വരം വീണ്ടും പിന്നിക്കേട്ടപ്പോൾ ഹൃദയം പിന്നിപ്പിരിഞ്ഞു. വേദനയോടെ തുളസി ബാക്കി സ്റ്റെപ്പുകൾ ഓടിക്കയറി. പിന്നെ തിരിഞ്ഞു നോക്കാതെ പാലത്തിലേക്ക് കടന്നു. കിതപ്പോടെ ആഞ്ഞു ചവിട്ടി. പാലത്തിനടിയിലെ വെള്ളത്തിൻ്റെ സ്പീഡ് കൂടിയോ? എൻ്റെ ഈശ്വര, എന്നെ ഇങ്ങനെ പരീക്ഷിക്കലേ. തുളസി തളരുകയായിരുന്നു. എന്താണ് അപ്പു പറഞ്ഞത്? അറിയാം ആ മനസ്സ്. എത്രയോ പണ്ട് അറിഞ്ഞതാണ്. പക്ഷെ താനങ്ങോട്ടൊരിക്കലും ചായ്വ് കാട്ടിയിട്ടില്ല. പാടില്ല എന്ന് 1001 തവണ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുകയായിരുന്നു. ചിറയിലെ തെങ്ങുകളൊക്കെ ചെത്തുന്നത് അപ്പുവിൻ്റെ അച്ഛനായിരുന്നു. ചെറുപ്പത്തിൽ ചെല്ലപ്പഞ്ചേട്ടനും ഭവാനി ചേച്ചിയും കൊച്ചുവെള്ളത്തിൽ ഇക്കരെ എത്തുമായിരുന്നു. ചിലപ്പോൾ തൻ്റെ അച്ഛനും അമ്മയും അക്കരയ്ക്ക് പോകും, വെറുതെ നാട്ടുവർത്തമാനങ്ങൾ പറയാൻ. പാലം വന്നോടെ കൊച്ചുവള്ളങ്ങൾ പറമ്പിൻ്റെ മൂലയിൽ കമന്നു കിടന്ന് വിശ്രമിക്കുകയാണ്. അച്ഛനമ്മമാരുടെ അടുപ്പം മക്കളിലേക്കും പകർന്നു. അപ്പോൾ ഒറ്റ ആളാണ്. മൂത്തയാൾ, ഇളയത് 4 സഹോദരിമാരാണ്. പൊന്നുപോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ ചെല്ലപ്പഞ്ചേട്ടനും ഭവാനി ചേച്ചിയും അപ്പുവിനെ വളർത്തിയത്. ദൈവം ചെല്ലപ്പഞ്ചേട്ടനെ തിരികെ വിളിച്ചു. അറ്റാക്കായിരുന്നു. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ അപ്പുവിൻ്റെ അച്ഛൻ മരിച്ചു. 4 സഹോദരിമാരും അമ്മയും ഉൾപ്പെടുന്ന കുടുംബം അപ്പുവിൻ്റെ ചുമലിലായി. അപ്പുവിന് ഉദ്യോഗം കിട്ടിയ വർഷമാണ് ചെല്ലപ്പഞ്ചേട്ടൻ മരണം. താനാണ് അമ്മയുടെയും സഹോദരിമാരുടെയും ഏക ആശ്രയമെന്ന് അപ്പുവിന് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ ഒരു പ്രേമബന്ധത്തിൽ കുടുങ്ങാനോ ഒരു പെണ്ണിൻ്റെ ജീവിതത്തിലേക്ക് നരകം വിതയ്ക്കാനോ അപ്പു തയ്യാറില്ല, പ്രത്യേകിച്ച് തുളസിയുടെ. അയാളുടെ നെഞ്ചിൽ തുളസിക്കതിരിൻ്റെ നൈർമല്യവും പവിത്രതയുമുണ്ട്. അതയാൾ പൊത്തിപ്പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുകയാണ്. കുടുംബത്തിൻ്റെ സർവ്വ ചെലവും കഴിഞ്ഞ് മൂത്ത സഹോദരി ലതയെ മാത്രമേ കെട്ടിച്ചുവിടാൻ അപ്പുവിന് ഇന്നോളം കഴിഞ്ഞിട്ടുള്ളൂ. ഇനി മീനയുടെ കാര്യമാണ് ആലോചന നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ജയ, ഒടുവിൽ രാധ. 4 പേരുടെയും ബാധ്യതകൾ തീരാൻ ഇനി എത്ര വർഷം എടുക്കും? എന്നിട്ടെന്നാണ് അയാളുടെ ജീവിതം തുടങ്ങുക? അതുവരെ തുളസിയെ പറഞ്ഞു നിർത്താൻ പറ്റുമോ? ഏതെങ്കിലും പെണ്ണിനെ അങ്ങനെ നിർത്താൻ വീട്ടുകാർ സമ്മതിക്കുമോ? അതും അന്യജാതി. അപ്പോൾ 2 കൈയും നീട്ടാത്തത് ആ തിരിച്ചറിവിൽ തന്നെയായിരുന്നു. തുളസി എന്നല്ല, ഒരു പെണ്ണും തൻ്റെ ജീവിതത്തിലേക്ക് വരാനിപ്പോൾ ഭവാനി ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ വിവാഹിതനായ വരുന്നവൾ കൂടി തൃശ്ശൂരേക്ക് താമസം മാറ്റിയാലോ? പിന്നെ ഭവാനിയും പെൺമക്കളും എന്തു ചെയ്യും? ആ ഭയം എന്നും ഉണ്ടായിരുന്നു. ഏറ്റവും ഇളയവളെ കൂടി രാധയെ കൂടി കല്യാണം കഴിപ്പിച്ചിട്ട് അപ്പുവിൻ്റെ വിവാഹം നടത്താനാണ് ഭവാനിയുടെ പ്ലാൻ. അതിന് വർഷങ്ങൾ എത്ര കഴിയണം? ഇനി എത്ര കഴിഞ്ഞാലും ഭവാനിയുടെ തീരുമാനം അത് തന്നെ. ആ തിരിച്ചടി അപ്പുവിന് ഉണ്ട്. തുളസി ആത്മാവിൽ എന്നും ഒരു സുഖമുള്ള വേദനയാണ് അയാൾക്ക്. പക്ഷേ ബാധ്യതകൾ, ബന്ധങ്ങൾ, അതൊക്കെ തടസ്സമാണ്. പിന്നെ എന്തുകൊണ്ട് ഇന്നങ്ങനെ പറഞ്ഞു? തുളസിക്ക് തന്നെ അത് അമ്പരപ്പായി. അച്ഛൻ്റെ മരണം നടത്താനിരുന്ന വിവാഹം മുടങ്ങിയത് നീറുന്ന തൻ്റെ മനസ്സിൽ ഒരു തൂവൽ സ്പർശം നൽകിയിട്ടാണോ? ഒരു സാന്ത്വനമായിട്ട് ആവാം. തനിക്കതൊരു സാന്ത്വനം തന്നെ, ആശ്വാസത്തിൻ്റെ രൂപത്തിൽ മാത്രം. അപ്പോൾ മനസ്സിൻ്റെ കോടൽ എവിടെയെങ്കിലും മുട്ടി വിളിച്ചപ്പോഴൊക്കെ അത് വാതിൽ തട്ടിയടച്ച് തഴുതിടാനേ ഇന്നോളം ശ്രമിച്ചിട്ടുള്ളൂ.
ഏത് പെണ്ണും കൊതിക്കും അപ്പുവിനെ കിട്ടാൻ. ആകാരഭംഗി മാത്രമല്ല, എല്ലാം അത്രയ്ക്കുണ്ട്. സ്വഭാവം. ഡിപ്ലോമ എടുത്തിട്ടുണ്ട്. ഒന്നാന്തരമായി അപ്പു വരയ്ക്കും. ഹാൻഡിക്രാഫ്റ്റിൻ്റെ എല്ലാവിധ വരകളും അറിയാം. എന്ത് ഭംഗിയാണ് ഓരോന്നിനും. അപ്പുവിൻ്റെ ഓരോ വർക്കിനും ആരും കൊതിച്ചു പോവും. എന്നാലും തുളസി അതൊന്നും കൊതിക്കുന്നില്ല. അങ്ങനെ കൊതിച്ചിരുന്നെങ്കിൽ ഒരിക്കലും പള്ളിക്കൽ നിന്ന് വന്ന മോഹന് വേണ്ടി ഹൃദയം തുറക്കുമായിരുന്നില്ല. ആ വിവാഹം മുടങ്ങിയതിൻ്റെ വേദനിക്കുമായിരുന്നില്ല. പക്ഷെ അപ്പു പറഞ്ഞതെന്താ? അയാളെ പ്രാർത്ഥിച്ചിട്ടാണ് വിവാഹം മുടങ്ങിയതെന്ന്. ആണോ? തുളസി പാലം കടന്ന് നേരെ പോയത് താമരത്തേക്കാണ്, ശിവാനന്ദൻ്റെ വീട്ടിലേക്ക്. 1500 രൂപ അയാൾ ശിവാനന്ദനെ ഏൽപ്പിച്ചു. തടി വാങ്ങി തരണം ശിവാനന്ദൻ. ആ കുമാരേട്ടന് സ്റ്റൂളുകളും ബെഞ്ചുകളും ഡെസ്കുകളും ഒക്കെ വേണമെന്ന് പറഞ്ഞു. പണം തന്നതാ, അവൾ പറഞ്ഞു. അതിന് പ്രകാശം വരുമോ? ആ, മറ്റന്നാൾ വരും, തുളസി പറഞ്ഞു. തടി ഞാൻ നാളെ തന്നെ ഇറക്കിയേക്കാം. പോരെ? മതി, തുളസി സമ്മതിച്ചു. നിൻ്റെ എന്താടി ഈ സഞ്ചിയിൽ? അകത്തു നിന്ന് ഇറങ്ങി വന്ന മോഹിനി ചോദിച്ചു. അരിയും സാധനങ്ങളാ മോനിയേച്ചി. ആ, ഈ സന്ധ്യാസമയത്ത് സാമാനം വാങ്ങാൻ നീയേ ഉണ്ടായിരുന്നല്ലോടെ വീട്ടിൽ. ആ ചെറുക്കൻ എന്തേടി? മോഹിനി ശ്വാസിച്ചു. അത് രൂപ കുമാരേട്ടനോട് മേടിക്കണമായിരുന്നു ചേച്ചി. ഷാജിയെ വിട്ടാൽ പറ്റത്തില്ല, തുളസി പരുങ്ങി. എന്നാലും നിനക്ക് അവനെ കൂടി കൂട്ടുവിളിക്കായിരുന്നില്ലടി. അത് ഞാൻ ഓർത്തില്ല. ഓർക്കണം പെണ്ണെ, മുമ്പത്തെ പോലെയല്ല. മുമ്പ് വാസുവേട്ടനുണ്ടായിരുന്നു അവിടെ. ഇപ്പോൾ ഒരു ആൺ തുണയില്ലാത്ത വീടാ. പ്രായമായ പെൺപിള്ളേർ സൂക്ഷിക്കണം. മുമ്പില്ലാത്ത സ്വാതന്ത്ര്യം ഓരോരുത്തർക്കും തോന്നും. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഓ, അവളുടെ ഒരു ഉപദേശം, ശിവാനന്ദ പറഞ്ഞു. നീ പോയിക്കോ കൊച്ചേ, സന്ധ്യ മയങ്ങുന്നതിന് മുന്നേ. തുളസി നീങ്ങി. എങ്കിലും മോഹിനിയുടെ വാക്കുകൾ വെറും വാക്കല്ലെന്ന് അവൾക്ക് തോന്നി. മുമ്പ് വാസുവേട്ടനുണ്ടായിരുന്നു, ശരിയാണ്. മുമ്പ് അച്ഛനുണ്ടായിരുന്നു. രാവും പകലും ഒന്നിനും ഒരു കാര്യത്തിനും ചിന്തിക്കുകയോ വിഷമിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ടതില്ല. തങ്ങളാരും തന്നെ. ഇന്ന് അതല്ല. തുണയില്ലാത്ത വീട്. സൂക്ഷിക്കണം, നല്ലവണ്ണം സൂക്ഷിക്കണം. അതൊരു മുന്നറിയിപ്പായി തന്നെ തുളസിക്ക് തോന്നി. അവളുടെ ഉള്ളിൽ ആ വാക്കുകൾ ഉറപ്പുള്ളതായി പ്രതിഫലിച്ചു. സൂക്ഷിക്കണം, നല്ലവണ്ണം സൂക്ഷിക്കണം. പിറ്റേ ദിവസം വള്ളത്തിൽ ശിവാനന്ദൻ തടി കൊണ്ടുവന്നിറക്കി. തുളസി കൂടി ചെന്ന് തടി എത്രയും ചാർത്തിനുള്ളിൽ പെറുക്കിയെടുക്കി. എന്തിനാ ശിവാനന്ദേ ഇവിടെ ഈ തടി ഇറക്കിയത്? അമ്മാൾ ചോദിച്ചു. ഉള്ളിൽ അവരപ്പോൾ ഭർത്താവിനെ കുറിച്ചോർത്ത് വേദനപ്പെട്ടു. വാസുവാശാരി വള്ളത്തിൽ നിന്ന് തടി ഇറക്കുന്നോർത്ത്. ആ കുമാരന് സ്റ്റൂളും ഡെസ്കും ഒക്കെ ഉണ്ടാക്കാനാ. പ്രകാശിന് ഏറ്റ പണിയാ. അവൻ വരുമോ? പിന്നെ വരാണ്ടിരിക്കുമോ? ശിവാനന്ദൻ തുളസിയെ നോക്കി. എന്നാണ് അവൻ വരുമെന്ന് പറഞ്ഞത്? ആ കുമാരന് ധൃതിയുണ്ട്. കാശും തന്നേച്ച് താമസിച്ചാൽ പറ്റത്തില്ലെന്ന് ഞാൻ അയാളെ കണ്ടിരുന്നു ചായ കുടിക്കാൻ ചെന്നപ്പോൾ. നാളെ വരും ശിവാനന്ദേട്ടാ, തുളസി ഉറപ്പായി പറഞ്ഞു. ഓ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ശിവാനന്ദൻ തടി വാങ്ങിയതിൻ്റെ കണക്ക് പറഞ്ഞ് ബാലൻസ് വന്ന 40 രൂപയെ ഏൽപ്പിച്ചിട്ട് ഇറങ്ങി. തുളസി ആ തടികളൊക്കെ നോക്കി. നെടിയേറ്റവും കുറിയ ചട്ടവും പലകയും ഒക്കെ ഇനം തിരിച്ച് വെച്ചു. ആണികളും സ്ക്രൂവും ഒക്കെ കുറേ ഇവിടെയുണ്ട്. കുറേ അലഗ് കിടപ്പുണ്ട്. അത് ചെത്തി കുറിപ്പിച്ചാൽ സ്റ്റൂളിന് ബെഞ്ചിനൊക്കെ അടിച്ചുകൂട്ടലിനും ആണിയായിട്ട് ഉപയോഗിക്കാം. സഞ്ചിയിൽ മൂലയ്ക്കിരുന്ന ഉപകരണങ്ങളെല്ലാം അവൾ എടുത്തു നോക്കി. രാത്രി. തുളസിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. തൻ്റെ ചുമലിൽ ഒരു ദൗത്യമുണ്ട്. തൻ്റെ കഴുത്തിൽ മാല ചാർത്തി കൊണ്ടുവന്ന ഒരാൾ ഈ കുടുംബം ഇനി ഏറ്റെടുക്കാൻ തീരെ ബുദ്ധിമുട്ടാണ് എന്ന് തുളസി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും പ്രതീക്ഷ വേണ്ട, നടക്കില്ല. മറ്റാരും സഹായിക്കാനുമില്ല. വല്യപ്പച്ചൻ്റെ സഹായം ഒട്ടും പ്രതീക്ഷിക്കണ്ട. സരസ്വ അപ്പച്ചിക്കോ വത്സല അപ്പച്ചിക്കോ അതാവില്ല. അമ്മയുടെ വീട്ടിലുള്ളവരും അന്നന്ന് ജോലി ചെയ്ത് കഷ്ടിച്ച് കഴിയുന്നവരാണ്. അതുകൊണ്ട് അവർക്കാർക്കും സഹായിക്കാനാവില്ല. ഈ കുടുംബം മുന്നോട്ട് നീങ്ങുക എന്ന ദൗത്യം ഏറ്റെടുത്ത് അങ്ങനെയെങ്കിലും മതിയാവും. എങ്ങനെയും അതിനൊരു വഴി കണ്ടെത്തിയേ മതിയാവും. ഡിഗ്രി സർട്ടിഫിക്കറ്റ് യോഗ്യത വെച്ച് ഒരുപാട് ആപ്ലിക്കേഷനുകൾ അയച്ചിട്ടുണ്ട്. ഒരു രക്ഷയുമില്ലെന്നതാണ് സത്യം. തുളസി എഴുന്നേറ്റു. എല്ലാവരും ഉറങ്ങിയിരിക്കുന്നു. തുളസിക്ക് മാത്രം ഉറങ്ങാനായില്ല. അവൾ മുറ്റത്തേക്ക് ഇറങ്ങി. നിലാവുണ്ട്. തെക്ക് വശത്തേക്ക് നടന്നു. അച്ഛൻ്റെ ശരീരം കത്തിയ സ്ഥലം കണ്ടപ്പോൾ ഇപ്പോൾ അവിടെ ചെറിയൊരു മൺകൂന. ആ മൺകൂനയ്ക്കും മാറഞ്ചേമ്പും 18-ാം വട്ടം തെങ്ങും നട്ടിരിക്കുന്നു. തുളസി അവിടെ ഇരുന്നു. ആ മൺകൂനയിൽ ഒന്ന് തൊട്ട് മന്ത്രിച്ചു. അച്ഛാ, ഞാൻ അച്ഛൻ്റെ ആയുധം എടുക്കുകയാണ്. കുഞ്ഞുനാളിൽ തടി കൊണ്ട് ഉളിയുണ്ടാക്കി അച്ഛൻ എന്നെ പഠിക്കുകയും ഒപ്പം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അച്ഛൻ്റെ ആയുധം തന്നെ ഈ മകളെടുക്കുന്നു. ജീവിക്കാൻ വേണ്ടിയാ. അനുഗ്രഹിക്കണേ അച്ഛാ. ഒപ്പം ഒന്നും ഉണ്ടാകണേ. തുളസിയുടെ കണ്ണീര് ആ മൺകൂനയിൽ വീണോ? ഒരു കുഞ്ഞിക്കാറ്റായി അച്ഛൻ തന്നെ തലോടുന്നുണ്ടോ? അച്ഛൻ്റെ നിശ്വാസം പിന്നിൽ കേട്ടുവോ? ആരോ പിന്നിൽ നിൽക്കുന്നുണ്ടോ? തുളസി ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അതിലേറെ ഞെട്ടി ആളെ കണ്ടപ്പോൾ. അപ്പു. നേരിയ ഇരുട്ടിലും അവൾക്ക് മനസ്സിലായി അത് അപ്പു തന്നെയാണെന്ന്.
പ്രായമായതിനു ശേഷം ഇന്നോളം ഒരാവശ്യത്തിനും ഇക്കരയ്ക്ക് അപ്പു വന്നിട്ടില്ല. സന്ധ്യയ്ക്ക് ശേഷം ആവശ്യം ഉണ്ടായിട്ടുമില്ല. സ്നേഹം എല്ലാ മനസ്സുകളിലും ഉണ്ടെങ്കിലും അതിരുവിട്ട സ്വാതന്ത്ര്യം ആരും എടുത്തിട്ടില്ല. ഇന്നോളം കാട്ടാത്ത ഈ ധൈര്യം ഇപ്പോൾ എങ്ങനെയുണ്ടായി? ഇന്നലെ പാലത്തിങ്കൽ വെച്ച് പറഞ്ഞതും അതിര് കടന്നാണ് ഇന്ന് പാലം കടന്നു വന്നിരിക്കുന്നു. അതും രാത്രിയിൽ കള്ളനെ പോലെ. തൻ്റെ അച്ഛൻ്റെ ചിരക്കരികിൽ വന്നില്ലായിരുന്നെങ്കിൽ വാതിൽ മുട്ടുമായിരുന്നു. വളരെ നേരമായോ ഇക്കരെ എത്തിയിട്ട്? ആൺതുണയില്ലാത്ത വീടാ. കാണുന്നവർക്ക് സ്വാതന്ത്ര്യം കൂടും. സൂക്ഷിക്കണം, നല്ലോണം സൂക്ഷിക്കണം. ഇന്നലെ സന്ധ്യയ്ക്ക് മോഹിനിയേച്ചി പറഞ്ഞു തോർത്തു. എത്ര സത്യം! ഇതാ അക്കരെ ഒന്നും നിന്നിരുന്നവർ ഇക്കരെ വന്നിരിക്കുന്നു, ആൺതുണയില്ലാത്ത വീട്ടിലേക്കുള്ള സ്വാതന്ത്ര്യത്തോടെ. തുളസിയുടെ മുഖം വല്ലാതെ വലിഞ്ഞു മുറുകി. ഇന്നോളം അപ്പുവിന് ഹൃദയത്തിൻ്റെ കോണിൽ താൻ നൽകിയിരുന്ന പവിത്രതയാർന്ന സിംഹാസനത്തിന് പെട്ടെന്ന് ഉടവു തട്ടിയതുപോലെ. തുളസി! ദീർഘനിശ്വാസം പോലെയായിരുന്നു അപ്പുവിൻ്റെ വിളി. അത് കാറ്റിലത് തുളസിയുടെ കാതോരം വന്ന് വീണ്ടും മുട്ടി നിന്നു. തുളസി വിളി കേട്ടില്ല, ശബ്ദം പൊങ്ങിയതുമില്ല. അയാളെ കടന്നു പോകാനായിരുന്നു അവൾക്ക് ദൃഗ്ധം. തുളസി! ആർദ്രമായിട്ട് അപ്പു വീണ്ടും വിളിച്ചു. അപ്പു എന്തിനാ വന്നത്? ശബ്ദം വീണ്ടെടുത്ത് തുളസി ചോദിച്ചു. അപ്പു ഒന്ന് നടുങ്ങുക തന്നെ ചെയ്തു. അത്രയ്ക്ക് കഠിനമായിരുന്നു തുളസിയുടെ സ്വരത്തിന്. അതുകൊണ്ട് തന്നെ മറുപടി പറയാനാവാതെ പരുങ്ങലോടെ നിന്നുപോയി അയാൾ. അപ്പു വരരുതായിരുന്നു. ലോകം ഉറങ്ങുകയാണിപ്പോൾ എന്ന ധാരണ വേണ്ട. ഉൾക്കാഴ്ചയുണ്ട്, അത് മറക്കണ്ട. അച്ഛൻ മരിച്ചു, ആൺതുണയില്ലാത്ത വീട്, എപ്പോഴും എന്തും ആകാമെന്നുള്ള ധാരണ. അങ്ങനെയാണോ അപ്പു വന്നത്? തുളസിയുടെ ശബ്ദം കൂടുതൽ പരുഷമായി. എന്താ തുളസി ഇത്? നീ തന്നെയാണോ പറയുന്നത്? അതും എന്നെക്കുറിച്ച്? അപ്പുവിൻ്റെ സ്വരം കൂടുതൽ ആർദ്രമായി. എങ്കിൽ പറയൂ, എന്തിനു വന്നു? തുളസിയെ കാണാൻ തന്നെ. രാത്രിയിലാണോ എന്നെ കാണാൻ വരുന്നത്? പകൽ പോലും നിഷിദ്ധമാണ് എനിക്ക്. അപ്പുവിൻ്റെ സ്വരത്തിൽ വേദനയുണ്ടായിരുന്നു. എന്നെ ഏതേലും ഒരു പെണ്ണ് കൊത്തിക്കൊണ്ട് പറക്കുമെന്ന്, ഞാൻ അതിൻ്റെ ഏതേലും ഒന്ന് വലയിൽ വീഴുമെന്ന വേദനയാണ് എൻ്റെ അമ്മയ്ക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ അടുത്തുള്ളപ്പോൾ എനിക്ക് ചുറ്റും അമ്മയുടെ കണ്ണുകൾ തടവട തീർത്തിരിക്കുന്നു. ഞാൻ അകലെയുള്ളപ്പോൾ അമ്മയുടെ ഉത്കണ്ഠ നിറഞ്ഞ കത്തുകൾ എനിക്ക് കോട്ട തീർക്കുന്നു. തുളസി നോക്കി. സത്യം അതാണ്. വാസുവേട്ടൻ്റെ മരണവിവരം പോലും അമ്മ എന്നെ അറിയിച്ചിട്ടില്ല. പിന്നെ രാത്രി ഒരു മറയാണല്ലോ. പല കണ്ണുകൾക്കും ആ അക്കരെ നിന്ന് ഇങ്ങോട്ട് തന്നെ നോക്കുകയായിരുന്നു. ഒരു നിഴല് വാസുവേട്ടൻ്റെ ചിരക്കരികിൽ വരുന്നത് ഞാൻ കണ്ടു. തുളസിയാണതെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. എന്തിന്? ഇതാ ഇത് തരാൻ. അപ്പോൾ ഒരു ചെറിയ പൊതി നീട്ടി. എന്താ ഇത്? കുറച്ച് രൂപയാണ്, 3000-ഓളം ഉണ്ടാവും. തുളസി ഒന്ന് വിളറി. രാത്രിയിൽ ഒരു പെണ്ണിന് നോട്ടുകൾ നീട്ടുന്നത് എന്തർത്ഥത്തിലാണ്? അപ്പോൾ തുളസിക്ക് നോട്ടുകൾ നീട്ടിയാൽ രാത്രിയായാലും പകലായാലും ഒരർത്ഥമേ ഉള്ളൂ. ഏതർത്ഥത്തിലായാലും തുളസിക്ക് ഈ പണം വേണ്ടപ്പോൾ. അവൾ ശബ്ദം താഴ്ത്തി. തുളസി ഇത് വാങ്ങണം, എൻ്റെ ഒരു തൃപ്തിക്ക്. ഈ വീട്ടിൽ എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. PF എടുത്ത തുകയിൽ നിന്നാണത്. മീനയ്ക്ക് കുറച്ച് ആഭരണങ്ങൾ വാങ്ങണം. അവൾക്കൊരാലോചന ശരിപ്പെട്ടു വരുന്നു. അത് നടത്തണം. അതിനടുത്താണ് തുളസി. നിരസിക്കരുത് ഈ പണം. ഈ പണം കൊണ്ട് ഈ വീട്ടിലെ ബുദ്ധിമുട്ട് തീരില്ലപ്പോൾ. ഇനിയും അപ്പൂവിന് തരാനാവില്ല. ഇല്ല, എനിക്കറിയാം. ഇതൊരു താൽക്കാലിക സഹായമായി കരുതിയാൽ മതി. വേണ്ട, സഹായമെന്ന് പറഞ്ഞതോണോ? എങ്കിൽ കടമായിട്ട് സ്വീകരിച്ചൂടെ? തുളസിയുടെ കയ്യിലുണ്ടാകുമ്പോൾ തന്നാൽ മതി. എൻ്റെ കയ്യിലുണ്ടാവില്ല. ഉണ്ടാവില്ലെങ്കിൽ തരണ്ട. തിരിച്ചു തരണ്ടാത്ത പണം എനിക്ക് വേണ്ട. ഒരു തരത്തിലും സമ്മതിക്കില്ല അല്ലേ? അസഹ്യതയുടെയും നൊമ്പരത്തിൻ്റെയും ബഹിർസ്ഫുരണമായിരുന്നു അപ്പുവിൻ്റെ ചോദ്യം. ഇത്രയ്ക്ക് അകറ്റണോ തുളസിയെന്നെ? അപ്പു പോകണം. തുളസിയെന്നെ ഒഴിവാക്കുകയാണല്ലേ? തുളസി മറുപടി പറഞ്ഞില്ല. പകരം നീട്ടിപ്പിടിച്ച കൈയിനെയും നോട്ടിനെയും മറികടന്ന് മുമ്പോട്ട് നീങ്ങി. തുളസി! അപേക്ഷ പോലെ അപ്പുവിൻ്റെ സ്വരം. തുളസി കാലുകൾ നീട്ടിവെച്ചു. നിന്നുപോയാൽ താൻ തോറ്റുപോകും എന്നറിഞ്ഞുകൊണ്ട് തന്നെ. തൊട്ടടുത്ത നിമിഷം തുളസിയുടെ കവിളിൽ ഒരു അടി വീണു. ഞെട്ടിത്തെറിച്ചവൾ നോക്കുമ്പോൾ മുൻപിൽ തുറിച്ചു നിൽക്കുന്ന കണ്ണുകളിൽ തീ. ആരുടേതാണെന്ന് വെളിച്ചത്തിൽ തുളസി വ്യക്തമായി കണ്ടു. അമ്മ. തുളസിക്ക് തൊട്ടു പിന്നിലെത്തിയ അപ്പുവും നടുങ്ങിപ്പോയി. പ്രിയരെ, ഈ കഥയുടെ അടുത്ത ഭാഗമായിട്ട് നാളെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നു. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട് ഓൺ സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈം.